കുട്ടി മലയാളം with RJ Parvati. അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുന്ന നിജിലാണ് ദേ ഇപ്പോ കുട്ടി മലയാളത്തിൽ പാർവതിയുടെ കൂടെ എത്തിയിരിക്കുന്നത്. എന്തൊക്കെയുണ്ട് നിജിൽ വിശേഷങ്ങൾ? സുഖം. അടിപൊളിയായിട്ടിരിക്കുന്നോ? എന്തൊക്കെയാണ് പരിപാടികൾ ഇപ്പോ? ഇപ്പൊ ഒന്നുമില്ല. ഇന്ന് രാത്രി പുറത്തു പോയായിരുന്നു. ഇന്ന് രാത്രി എങ്ങോട്ടാ പോണത്? നമ്മള് ഫുഡ് കഴിക്കാനൊക്കെ പോകുന്നുണ്ട്. ഇഷ്ടാണോ പുറത്തൊക്കെ പോവാൻ? ആരൊക്കെ പോവാ? ഞാന്, എന്റെ അച്ഛന്, എന്റെ ബ്രദറൊക്കെ. ബ്രദറിന്റെ പേരെന്താ? മൃദുൽ. ബ്രദർ എന്താ ചെയ്യുന്നേ? അവനിവിടെ വന്നിട്ടുണ്ട്. അവനിപ്പോ എന്റെ വീട്ടില് കമ്പ്യൂട്ടർ കളിച്ചിട്ടിരിക്ക. കമ്പ്യൂട്ടർ കളിച്ചോണ്ടിരിക്കുക. ആളെന്താ പഠിക്കുന്നൊന്നുമില്ലേ? പഠിക്കാറുണ്ട്. എത്രാം ക്ലാസ്സിലാ? അവൻ 5ലാ. 5ാം ക്ലാസ്സിലാ? അപ്പൊ നാട്ടിലാണോ പഠിക്കുന്നേ? അല്ല, ഇവിടെ. ഏത് സ്കൂളിലാ മൃദുല് പഠിക്കുന്നത്? ഭവൻസ്. നിജില? ഞാനും ഭവൻസ് തന്നെ. രണ്ടുപേരും ഭവൻസിലാ. ഓക്കെ. അച്ഛനോ? അച്ഛൻ ഫ്രാൻസ് എംബസിയില്. എന്തായിട്ട് വർക്ക് ചെയ്യണേ? അതറിയത്തില്ല. ഫ്രാൻസ് എംബസിയില്. പുള്ളിക്ക് ഫ്രഞ്ച് ഒക്കെ അറിയോ? കുറച്ചൊക്കെ അറിയാം. നിജിലിന് അറിയോ ഫ്രഞ്ച്? എനിക്ക് കുറച്ചൊക്കെ അറിയാം. പറഞ്ഞേ കേക്കട്ടെ. നമ്മള് ഗുഡ് മോർണിംഗ് പറയണ ബോൺജോറ്, പിന്നെ ബോൺജോർ, പിന്നെ ഹായ് ഹലോ പറയുന്ന സൊല്യൂട്ട്, പിന്നെ ഗുഡ് നൈറ്റ് പറയുന്ന ബോണിന്യൂട്ട്. അങ്ങനെ കുറച്ചൊക്കെ അറിയാം. ഇതാരെ പഠിപ്പിച്ചെന്നേ ഈ ഫ്രഞ്ചൊക്കെ? അത് നമ്മൾക്ക് സ്കൂളിൽ TLന്റെ ഫ്രഞ്ച് എടുത്ത. അത് ശരി. ഇഷ്ടപ്പെട്ടോ? എളുപ്പാണോ പഠിക്കാൻ? ഓക്കെ. ഫ്രഞ്ചില് മൂവീസ് ഒക്കെ കാണാറുണ്ടോ? ഇല്ല. സ്കൂളിൽ പഠിപ്പിക്കണതേ ഉള്ളു. നിജിൽ നാട്ടിലെവിടെയാ? ട്രിവാൻഡ്രം. ഓക്കെ. അമ്മയുടെ പേരെന്താ? നിഷ. പാട്ടില്ലായിരുന്നോ? ആ പാട്ടൊന്ന് പാടിത്തരൂ. ശീതം താഴ്ചൊരു ഹേമന്ത കാലവും ആമന്ദം പൊന്നിന്നു വന്നതപ്പോൾ പലയം തുകിത്തു തുണന്നീരെന്നും പ്രളയം തുകിത്തു വന്നതെന്നും. അത്രേ ഉള്ളൂ. കുഞ്ഞു കവിതയാണല്ലോ. ഇതെവിടുന്ന് പഠിച്ചേ? അതെന്റെ മലയാളത്തില് ടെക്സ്റ്റ് ബുക്കിലുണ്ടായിരുന്നു പഠിച്ചതാ. ഇപ്പൊ പഠിക്കാനുണ്ടായിരുന്നാണോ? എത്ര ക്ലാസ്സിലായിരുന്നു പഠിക്കുന്നത്? 5ല്. 5ല് പഠിക്കാനുള്ള കവിത. സോ കവിത മാത്രല്ല, നമുക്കൊരു കഥ കൂടിയുണ്ട്. അതിലേക്ക് വേഗം വരാം. കേട്ടുകൊണ്ടിരിക്കൂ റേഡിയോ മലയാളം 98.6 FM വിത്ത് മീ പാർവതി.